വെളിപ്പാട് പുസ്തകത്തിന്റെ 6ാമത്തെ സഭയെക്കുറിച്ചാണല്ലോ. ഫിലദൽഫിയ സഭ. വീണ്ടും എല്ലാവർക്കും വന്ദനങ്ങൾ അറിയിച്ചും ദൈവത്തിന് മഹത്വം അർപ്പിച്ചും കൊണ്ട് ശേഷിക്കുന്ന ഒരു 10 മിനിറ്റ് നിങ്ങളോട് നാം പഠിച്ചു വന്ന ആ ഭാഗത്തെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. താമസിച്ച് വന്നതുകൊണ്ട് താമസിച്ച് നിർത്തുകയില്ല, വേഗം ഞാൻ നിർത്തിക്കൊള്ളാം. ഫിലദൽഫിയ പട്ടണത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. ഫിലദൽഫിയ സഭ, ചർച്ച് അറ്റ് ഫിലദൽഫിയ. നമ്മൾ കണ്ടുവല്ലോ, അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന ഒരു പട്ടണമായിരുന്നു വാണിജ്യപരമായിട്ടും മറ്റും ഫിലദൽഫിയ എന്ന പട്ടണം. പക്ഷേ കർത്താവ് ആ പട്ടണത്തെയും അഥവാ ആ പട്ടണത്തിൽ നിലനിന്നിരുന്ന സഭയെയും വളരെ അധികം പ്രശംസിച്ച് പറയുന്നതായി നാം കാണുന്നുണ്ട്. വളരെ പ്രശംസിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ടർക്സ് ആൻഡ് ഇസ്ലാമിസ്, തുർക്കികളും മുസ്ലിം ഇൻവേഡേഴ്സും മറ്റെല്ലാ പട്ടണങ്ങളെയും പിടിച്ചടക്കിയപ്പോഴും ഫിലദൽഫിയ അവരുടെ കയ്യിൽ അകപ്പെടാതെ മാറി നിന്നു എന്നുള്ളത് വളരെ പ്രസ്താവ്യമാണ്. So Philadelphia stood tall even when Turks and Islam is captured all other cities. അവിടെ നിന്നും അത് മാറി നിന്നു. For centuries, Philadelphia stood as a Greek Christian city among or surrounded by the pagan cities. ജാതീയ പട്ടണങ്ങളെ കൊണ്ട്, ജാതികളെ കൊണ്ട് ചുറ്റപ്പെട്ട, അപ്പോൾ തന്നെ ഒറ്റപ്പെട്ട ഒരു ക്രൈസ്തവ നഗരമായി നൂറ്റാണ്ടുകളോളം ഫിലദൽഫിയ നിന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഏതാണ്ട് 14th century വരെ, 14ാം നൂറ്റാണ്ട് വരെ ഇത് ഒരു ക്രിസ്ത്യൻ സെന്ററായിട്ട് തുടർന്നു പോവുകയായിരുന്നു. 14ാം നൂറ്റാണ്ടിൽ പട്ടണത്തിന് ചില വീഴ്ചകൾ ഉണ്ടായി. ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ 7 സഭകളിൽ ഇന്നും തുടരുന്ന സഭകൾ സ്മുർണയും ഫിലദൽഫിയയുമാണ് എന്നുള്ളതാണ്. സ്തോത്രം. സ്മുർണ ആൻഡ് ഫിലദൽഫിയ ആർ ദ 2 churches without criticism in these 2 chapters, and they are the 2 churches still continue to exist. ഇത് വളരെ പ്രസക്തമാണ്. ഈ 2 സഭകൾ, സ്മുർണയും ഫിലദൽഫിയയും, നാം ഇപ്പോൾ പഠിക്കുന്ന വെളിപ്പാട് 2ഉം 3ഉം അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വിമർശനം ഏറ്റുവാങ്ങാത്ത 2 സഭകളാണ്. ആ സഭകൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസ്താവ്യമാണ്. സ്തോത്രം. ഈ സഭകൾ കർത്താവിന് കുറ്റം പറയാനില്ലാതെ നിന്നതുപോലെ നാം പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെയും ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എவ்விധമായ പ്രശ്ന കലുഷിതകൾക്ക് നടുവിലും നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ എത്ര പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നാലും, സ്തോത്രം, നാം കുറ്റം കൂടാതെ നിൽക്കുന്നവരാകണം. ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ഉദ്ദേശം നാം മനസ്സിലാക്കുമല്ലോ. എഫേസ്യ ലേഖനം, പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:4 നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നുണ്ട്. സ്തോത്രം.
നാം തന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതിന്. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുക. ഇതാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉദ്ദേശം. അതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുമ്പെയാ. ഇവിടെ സ്മുർണയിലും ഫിലദൽഫിയയിലും കൂടെ ആ സഭകളുടെ പ്രകൃതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതാണ്. സ്തോത്രം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുക. പൗലോസിന്റെ പ്രാർത്ഥനയും ആശംസയും എന്താണ്? ആശീർവാദ വചനമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വാചകം, ഒരു വാക്യം. ഇതേപോലെ തന്നെ തെസലോനിക്കർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 1 തെസലോനിക്കർ 5:23 നമുക്കൊരു പക്ഷെ മനഃപാഠമായിരിക്കാം അത്. 1 Thessalonians 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കണ്ടോ? സ്തോത്രം. നമ്മുടെ സമ്പൂർണമായ ആളത്വം, ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ രണ്ട് സഭകളുടെ പ്രകൃതം, ആ സഭകളോടുള്ള യേശുക്രിസ്തുവിന്റെ പ്രതികരണം, ഈ രണ്ട് സഭകളോടുമുള്ള ക്രിസ്തുവിന്റെ സന്ദേശം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ഇതാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ, സ്തോത്രം, നാം എഫേസ്യ ലേഖന അടിസ്ഥാനത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുക. തെസലോനിക്കരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം എന്ന് പറഞ്ഞാൽ മൊത്തമായി, സ്തോത്രം, അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടണം. സ്തോത്രം. നിന്ദ്യമായി നാം തീരരുത്, അനിന്ദ്യരായിരിക്കുക. സ്തോത്രം. യൂദാപ്പോസ്തലനും അവസാന വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി അഥവാ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന നമ്മുടെ ദൈവം. കളങ്കമില്ലാത്തവരായി നാം ദൈവസന്നിധിയിൽ നിൽക്കുക. സ്തോത്രം. ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നതാണ്. അതിന് നമുക്ക് നല്ല മാതൃകയാണ് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ ഈ രണ്ട് സഭകൾ. എല്ലാം അനുകൂലമായിരുന്നത് കൊണ്ടല്ല അവർ അങ്ങനെ നിലനിന്നത്. സ്തോത്രം. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നമുക്ക് കർത്താവിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാത്തവരായി നിലനിൽക്കുവാനായി സാധിക്കണം. സ്തോത്രം. ആ ഒരു വെല്ലുവിളി നമുക്കിന്ന് രാത്രിയിൽ ഏറ്റെടുക്കാം. നാം മുമ്പേ കേട്ടുകൊണ്ടിരുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തെ അപ്പാടെ അനുസരിപ്പാൻ നമുക്കിടയായി തീരട്ടെ. സ്തോത്രം. ദൈവവചനം അനുസരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് വിശുദ്ധന്മാർ നമുക്ക് കാട്ടിയ മാതൃകകളെ പിൻപറ്റി യേശുക്രിസ്തു ഈ ഭൂമിയിൽ താൻ ജഡത്തിൽ വസിച്ച സമയത്ത് ജീവിച്ചതുപോലെ നമുക്കും ജീവിപ്പാൻ, ദൈവത്തെ എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. അങ്ങനെയെങ്കിൽ സകല സാഹചര്യങ്ങൾക്കും അതീതമായി എനിക്കും നിങ്ങൾക്കും ദൈവത്തിനായി നിലനിൽക്കുവാൻ സാധിക്കും. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്ത്, ഒരുപക്ഷെ നമ്മുടെ ആയുഷ്കാലത്ത് തന്നെ അത് സംഭവിച്ചേക്കാം. അതാണ് നമ്മുടെ ആഗ്രഹം. സ്തോത്രം.
ഒരുപക്ഷെ നാമൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടിരിക്കുന്ന കുടുംബക്കല്ലറയും സെല്ലും ഒന്നും ഉപയോഗിച്ചില്ലല്ലോ എന്നൊരു പ്രയാസം ഉണ്ടായാൽ പോലും അത് വേണ്ട. ആ നഷ്ടം അവിടെ കിടന്നോട്ടെ, വേറെ ആരെങ്കിലും ഉപയോഗിച്ചോട്ട്. പിന്നെ പക്ഷേ ഒരു മരണം കാണാതെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറയാണ് നാം എന്ന് നാം മനസ്സിലാക്കുക. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. സ്തോത്രം. സ്മുർണയും ഫിലദൽഫിയയും നമ്മുടെ മുൻപിൽ മാതൃകകളായി, വെല്ലുവിളികളായി, പ്രേരകങ്ങളായി നിലനിൽക്കുന്നു. ആസ് എൻ എക്സാമ്പിൾ, ആസ് എ മോട്ടിവേഷൻ, ആസ് എ ചാലഞ്ച്. These two churches are still standing before us. അതുകൊണ്ട് അത് പിൻപറ്റി കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഹ്രസ്വവാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. മാറാ നാഥ, നമ്മുടെ കർത്താവിന്റെ വരവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.